കുറെ ഇന്റർവ്യൂസിൽ കൊടുത്തിട്ടുണ്ട് പണ്ട് ട്യൂൺ കഴിഞ്ഞ സമയത്തൊക്കെ. ഒരു ഞാൻ കുറെ കാലം എന്താ പറയുക ഷോർട്ട് ഫിലിം, മോഡലിങ്, പരസ്യം അങ്ങനെയൊക്കെ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷോർട്ട് ഫിലിമാണ് ഏറ്റവും കൂടുതൽ എളുപ്പമുണ്ടായിരുന്നത്. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുള്ളിക്ക് വേറെ ആരെയും അറിയില്ല, പുള്ളിക്ക് ഡയറക്ഷനാണ് മോഹം. അപ്പൊ പുള്ളിക്ക് ക്യാമറയുണ്ട്, പുള്ളി എല്ലാം പഠിച്ചിട്ടുണ്ട്, എഡിറ്റിംഗ്, ക്യാമറ, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ഇതൊക്കെ. അപ്പൊ നമ്മളെന്നെ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതും, ഞാൻ അഭിനയിക്കും, വേറെ ആരുമില്ല. അപ്പൊ എനിക്ക് അഭിനയ മോഹം, അപ്പൊ എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് മാത്രം കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാലം ചെയ്തു. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ജോലി ചെയ്തു എയർപോർട്ടിൽ, കൊച്ചിൻ എയർപോർട്ടിൽ. അവിടുന്ന് പിന്നെ മോഡലിംഗ് അങ്ങനെയൊക്കെ കയറാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ ബാംഗ്ലൂർക്ക് ജോലി കിട്ടി എയർപോർട്ടിലാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മറ്റേ ഒരാളെ പോലും പരിചയമില്ല, ആരും പരിചയമില്ല. അപ്പോൾ എനിക്ക് ഭാഷ അറിയില്ല, പരിചയമില്ല. ഭയങ്കര ഒരു സഫക്കേഷനായിരുന്നു അവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഷോർട്ട് ഫിലിമോ മോഡലിങ്ങോ എന്തെങ്കിലും ചെയ്യാനോ എനിക്ക് ആരെയും അറിയില്ല. ഇത് ചെയ്യണമെന്നുകൊണ്ട് ആകെ ഒരുമാതിരി പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു ആ സമയം. ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഒരു ആഡ് വന്നു, ഭീമ ജ്വല്ലേഴ്സിന്റെ ആഡ് വന്നു. ഭീമ ജ്വല്ലേഴ്സിന്റെ ആഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭീമ ജ്വല്ലേഴ്സിൽ അഭിനയിച്ച എല്ലാവരും സിനിമയിലെത്തിയിട്ടുണ്ട്, അപ്പൊ ഞാനും സിനിമയിലെത്തും, കൺഫേമാണ്. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ ജോലിയും വിട്ടിട്ട് നേരെ കൊച്ചിക്ക് വീണ്ടും വന്നു. ജോലിയൊക്കെ വിട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോലേ ചെയ്തു. അത് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എയർപോർട്ടായിട്ട് ഓറഞ്ച് പാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ മര്യാദയ്ക്ക് സബ്മിറ്റ് ചെയ്ത് അത് ക്യാൻസലേഷൻ ഒക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാണല്ലോ, സെക്യൂരിറ്റി റീസൺ. അപ്പോൾ അത് കാരണം ഞാൻ ഓടിപ്പോന്നു, അവിടെ പ്രശ്നമായി. പക്ഷേ എന്നെ പഠിപ്പിച്ച മാം അവിടെ ഇടപെട്ട് അത് ക്ലീൻ ആക്കി. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്ന് ഭീമ ജ്വല്ലേഴ്സിന്റെ ആഡ് ചെയ്തു. അടിപൊളി, ഞാൻ ഭയങ്കര ഹാപ്പി. അടുത്തത് ഞാൻ സിനിമയിൽ കയറാൻ പോകുന്നു, ഇതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, ഒരു മാറ്റം ഉണ്ടായില്ല. ആ ആഡ് ഫെയിലിയർ ആയിരുന്നു.